പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, പരിശുദ്ധവും രക്ഷാകരവുമായ വലിയ നോമ്പിൻ്റെ 2ാം ഞായറാഴ്ച നാം കൊണ്ടാടുന്നു. യേശുതമ്പുരാൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ കുഷ്ഠം പൂണ്ട വ്യക്തിക്ക് സൗഖ്യം നൽകുന്ന അനുഭവത്തെ നാം അനുസ്മരിക്കുന്നു. വായിച്ചു കേൾക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്തൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 4-ാം അധ്യായം 40-ഉം 41 വാക്യങ്ങളും. ഈ വിശുദ്ധ വേദഭാഗത്തിൽ സൃഷ്ടി സൃഷ്ടാവിങ്കിലേക്ക് തിരിയുന്നതിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു അനുഭവം നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും പഴയ നിയമ ഗ്രന്ഥങ്ങൾ നാം വായിക്കുമ്പോൾ കുഷ്ഠം എന്ന ഒരു രോഗം പാപം മൂലം ഉളവാകുന്നു, അതിൻ്റെ പശ്ചാത്തലമൊക്കെ നാം വായിക്കുന്നുണ്ട്. ഈ വേദഭാഗത്തിൽ ആ കുഷ്ഠം പൂണ്ട വ്യക്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്. 12-ാമത്തെ വാക്യം, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നവനോട് അപേക്ഷിച്ചു. ഒരു രോഗി തൻ്റെ രോഗം വ്യക്തമായി മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് ഇവിടെ പ്രതിബിംബിക്കുന്നത്. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അശുദ്ധമാക്കുവാൻ കഴിയുമെന്ന വാക്ക് അടിവരയിട്ട് ചിന്തിക്കുമ്പോൾ അവനറിയാം അവൻ്റെ രോഗം എന്താണെന്ന്. പാപം മൂലമുണ്ടായതായ ഒരു രോഗം. അതുകൊണ്ടാണ് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുന്നതിനേക്കാളും ഉപരി എന്നെ ശുദ്ധമാക്കണമേ, ശുദ്ധനാക്കണമേ എന്ന് അപേക്ഷിക്കുന്നത്. തൻ്റെ പാപരോഗത്തെക്കുറിച്ച് തികഞ്ഞ ഒരു ബോധ്യം ആ മനുഷ്യനുണ്ട്. ആ രോഗം പാപത്തിൻ്റെതായ രോഗമാണ്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ യാചിക്കുന്നത്, എന്നെ ശുദ്ധനാക്കണമേ. അതോടൊപ്പം തന്നെ സ്വർഗീയമായ ഔഷധവും എന്ത് എന്ന് ആ വ്യക്തിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ആ ഔഷധവും അവൻ്റെ യാചനയിൽ ചേർത്തുകൊണ്ട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ദൈവഹിതമാണ് സാർവത്രികമായ ഒരു ഔഷധം. The will of God is the universal cure for human race. കാരണം ദൈവഹിതം ഒരിക്കലും ഒരു സൃഷ്ടിയും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തൻ്റെ രോഗവും അതിനുള്ള ഔഷധവും രണ്ടും ഒരേ സമയം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു ഭാഗം നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. ബലഹീനരായ നമ്മുടെ ജീവിതത്തിൽ ഇത് നാം തിരിച്ചറിയണം. എൻ്റെ പാപരോഗങ്ങൾ എന്തെല്ലാം, എന്നാൽ അതിനേക്കാളും ഉപരി അതിനുള്ള ഔഷധം ദൈവഹിതമാകുന്നു. ദൈവമേ, നിന്റെ ഹിതത്തിന് മുൻപാകെ ഞാൻ നമിക്കുന്നു, സാഷ്ടാംഗം വീഴുന്നു. ആ ഒരു ഔഷധത്തിൻ്റെ ബോധ്യത്തോടുകൂടി എൻ്റെ രോഗത്തെ തിരുമുൻപാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സമർപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠ ജീവിതം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്നുള്ളൊരു അപേക്ഷയോടുകൂടി, എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിശുദ്ധ നോമ്പുകാലത്തിൽ നമുക്ക് മുന്നേറാം. വീണ്ടും യേശു തമ്പുരാൻ അവനെ ശുദ്ധമാക്കിയതിന് ശേഷം ചില പ്രമാണം കൊടുക്കുന്നുണ്ട്. ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്നവനോട് കൽപ്പിച്ചു. The healing is not yet complete. Christ is giving him another imperative. You go and show yourself to priest. ഒരു ലിറ്റർജിക്കൽ ആൻഡ് സാക്രമെന്റൽ വാലിഡേഷൻ കർത്താവ് അവന് കൊടുക്കുകയാണ്.
നീ നിന്നിട്ട് തന്നെ പോയി പുരോഹിതനെ കാണിക്കുക. മോശ കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കാം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തിന് പള്ളിയിൽ പോകണം, എന്തിന് കൂദാശകളിൽ സംബന്ധിക്കണം എന്നുള്ള ഒരു ചിന്ത കൂടുതലായി നമ്മെ അലട്ടുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഈ ഹീലിംഗിന് വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് ഒരു ഇമ്പരേറ്റീവ് കർത്താവ് ആ മനുഷ്യന് കൊടുക്കുന്നത്. യേശു തമ്പുരാൻ അവന് സൗഖ്യം നൽകുന്നു, അവനെ ശുദ്ധമാക്കുന്നു. പക്ഷെ അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ഇമ്പരേറ്റീവ്, വലിയൊരു പ്രമാണം അവന് കൊടുക്കുകയാണ്. യു ഗോ ടു ദ പ്രീസ്റ്റ് ആൻഡ് ഷോ യുവർ സെൽഫ്. മോശ കൽപ്പിച്ചിരിക്കുന്നതായ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് പറഞ്ഞു. ഒരു ലിറ്റർജിക്കൽ, ഒരു ആരാധനപരമായ, ഒരു സാക്രമെന്റൽ, ഒരു കൗദാശികമായ, ആചാരപരമായ ഒരു പൂർത്തീകരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് തിരിച്ചറിയുന്ന പക്ഷം ഈ പരിശുദ്ധ നോമ്പുകാലമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറെ രൂപാന്തരം നൽകും. വീണ്ടും പ്രിയമുള്ളവരെ, കുഷ്ഠം പൂണ്ട ഈ വ്യക്തി ദൈവസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം വീഴുകയാണ് ചെയ്യുന്നത്. അവൻ നിലത്ത് തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ അനുഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നാം നിലത്ത് മുട്ടുകുത്തി നമ്രശിരസ്കരായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. ഒരു കൗദാശികമായ സമർപ്പണം. ദൈവമേ, നിന്റെ തിരുഹിതത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ തലകളെ വണക്കുന്നു. അവൻ മണ്ണാകുന്നു എന്നുള്ള ഒരു ബോധ്യം അവനെ നന്നായി ഭരിച്ചിരുന്നു. അതുതന്നെയാണ് വലിയ നോമ്പിലെ വ്യാഴാഴ്ച രാത്രി നമസ്കാരത്തിൻ്റെ അവസാന ഭാഗം നാം പാടുന്നുണ്ട്. മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാമന്നിൽ. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു, കബറിനുള്ളിൽ കയറി കാണുക നീ. ഉന്നതരെ താഴ്ത്തും ദൈവം താഴ്മ വരിക്കുക നീ. ഉന്നതിയേകും വിനയത്തെ കൈക്കൊണ്ടെന്നാകിൽ ഹാലേലുയ്യ നീ പുകഴാർന്നിടും. മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാം മണ്ണിൽ. മണ്ണിനോട് ചേരുന്നതിന് മുമ്പ് താഴ്മ ധരിക്കുവാണെങ്കിൽ നാം പുകഴ്ചയുള്ളവരായി തീരും എന്നാണ് ഈ പാട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലും ആ ശരീരം ദേവാലയത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മണ്ണുകൊണ്ട് മൂടുമ്പോൾ മണ്ണിടുമ്പോഴുള്ള ഒരു പ്രാർത്ഥന, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്ത കർത്താവെ, നിന്റെ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറ്റണമേ. ആ തിരുവിഷ്ടത്തോടു കൂടിയുള്ള ഒരു നവീകരണത്തിന് വേണ്ടിയായിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ. നിരന്തരമായും ഞാൻ മണ്ണാകുന്നു ദൈവമേ, നിന്റെ തിരുവിഷ്ടം മൂലം ഒരു രൂപാന്തരമുണ്ടാകണമേ, നവീകരിക്കപ്പെടണമേ. സ്വർഗീയ ഔഷധമാകുന്ന നിന്റെ തിരുഹിതം ദൈനംദിനം അനുനിമിഷം എൻ്റെ ജീവിതത്തിൽ അത് നിർവഹിക്കണമേ എന്നുള്ള ഒരു സമർപ്പണം. ഈ നോമ്പുകാലം നാം ഏവരും മണ്ണാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്. എത്ര ഉന്നത ശ്രേണിയിൽ നാം എത്തിയാലും, എത്രമാത്രം സമൃദ്ധിയുടെ അനുഭവത്തിൽ നമ്മുടെ ലൗകികമായ ജീവിതം നാം കഴിച്ചുകൂട്ടിയാലും, മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. ദൈവമേ, സ്വർഗീയ ഔഷധമാകുന്ന നിന്റെ തിരുഹിതത്തിന് മുൻപാകെ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നു, കൗദാശികമായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ബോധ്യവും യാചനയും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രണ്ടാമതായി, ഈ വേദഭാഗത്തിൽ എന്നെ ഏറെ സ്പർശിച്ച ഒരു വാക്യം, 13-ാമത്തെ വാക്യം. യേശു തമ്പുരാൻ പറയുന്നു, യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്,
നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ആ ക്രിയകൾ നാം ശ്രദ്ധിക്കുമ്പോൾ യേശു തമ്പുരാൻ ആദ്യമേ ചെയ്യുന്നത് അവനെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നൊമ്പരങ്ങൾ മൂലം വലയുന്ന അനേകരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ വെറും വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിക്കാതെ ദൈവസ്നേഹത്തിൻ്റെ ഒരു സ്പർശനം അവർക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തണം. നമ്മുടെ തന്നെ ആത്മീക ജീവിതവും ആത്മീക നിലവാരം ഇതിനോട് ചേർത്ത് ഒന്ന് ചിന്തിക്കണം. പലരും നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും വൈദികരോടൊക്കെ പലരും ആവശ്യപ്പെടും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നാൽ അത് വെറും ഒരു പറച്ചിലാവാതെ പ്രവൃത്തിയിലൂടെ അവരുടെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കുവാനും, നമ്മുടെ എല്ലാവരുടെയും ജീവിതം പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥന ഒരു സ്പർശമായി തീരുവാൻ തക്കവണ്ണം, ദൈവസ്നേഹത്തിൻ്റെ ഒരു സ്പർശനമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ആ ശുദ്ധീകരണ പ്രക്രിയയിൽ യേശു തമ്പുരാൻ ആദ്യമേ ആ മനുഷ്യനെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. The best means God used to communicate with us is taking the human form, God becoming tangible. വീണ്ടും ഒരു കൗദാശിക അനുഭവമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം ദൈവത്തെ സ്പർശിക്കുന്നു, ദൈവം നമ്മെ സ്പർശിക്കുന്നു. അതിലൂടെ ഒരു ശുദ്ധമാക്കപ്പെടുന്നതിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൈവരുത്തണം. The best means to communicate with God is touching God, touching others' life. And that is a sacramental participation, fulfillment as well. We touch the tangible God. We taste the tangible God. അതിൻ പ്രകാരം ബലഹീനരായ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധമാക്കപ്പെടുന്നതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുവാൻ നമ്മെ തന്നെ ഈ വിശുദ്ധ നോമ്പുകാലത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളേവരെയും സഹായിക്കട്ടെ. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.